ലേബർ കോഡ് പോലൊരു ഗൗരവമായ വിഷയത്തിൽ ഈ സർക്കാരിൻ്റെ മുമ്പിൽ ഗൗഡ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന പ്രശ്നം അടിവരയിട്ട് ഞാൻ പറയുന്നു. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ പക്കലുള്ള ഗൗഡ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ നിലപാട് എന്താണ്, അത് തള്ളിക്കളഞ്ഞോ, അത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് അദ്ദേഹം പറയാതെ മറച്ചുവെച്ചു എന്ന ഒരു നിരീക്ഷണം അവിടെ കിടക്കട്ടെ. ലാൽകുമാറിനെ ചില കാര്യങ്ങളിൽ തിരുത്തിക്കാൻ ബേസിൽ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു വെച്ചു. ഒന്നുമില്ലെങ്കിൽ ഒരു അഭിഭാഷകനല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. മറുപടി അല്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ തർക്കിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ചത് എന്താ, ആളെ കൂട്ടി ജാഥ എന്നുള്ളൊരർത്ഥത്തിലല്ല ഞാൻ സൂചിപ്പിച്ചത്. നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഇത് പറയുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതും അപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഇനിയുള്ള പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പോകും, ഞങ്ങൾക്കിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നാട്ടുകാരോട് പറയുമായിരിക്കും അല്ലേ? അപ്പോൾ ആരോട് അദ്ദേഹം പറയാൻ പോകുന്നത്? അപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയോട് അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്കൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആരോട് ഷെയർ ചെയ്തിട്ടാണ് ഈ കൊട്ടിഘോഷിക്കാൻ പോകുന്നത്? നോക്കൂ, ചെറിയ ആളല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് രാജ്യത്തിൻ്റെ രാജ്യത്തിനായിട്ട് പ്രതിപക്ഷ നേതാവൊന്നുമില്ല. ലോക്സഭയ്ക്കേ പ്രതിപക്ഷ നേതാവുള്ളൂ, രാജ്യസഭയ്ക്ക് വേറെ പ്രതിപക്ഷ നേതാവുണ്ട്. അതൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. അത് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാജ്യസഭയിൽ നിങ്ങൾക്ക് മെജോറിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. ലോക്സഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, പറഞ്ഞാൽ രാജ്യസഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു രസകരമായിട്ട് തോന്നും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ, വളരെ പെർട്ടിക്കുലറായിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരോട്, അത്രയും ക്രീമി ആയിട്ടുള്ള ആൾക്കാരോട് അദ്ദേഹം ഇത് ഷെയർ ചെയ്തില്ല എങ്കിൽ അദ്ദേഹത്തിന് പെസിമിസ്റ്റിക് അപ്രോച്ച് ആ നേതാക്കന്മാരോടുണ്ട് എന്ന് ഞാൻ പറഞ്ഞ ഭാഗത്ത് ഞാൻ ഉറച്ചു നിൽക്കുക. അതിപ്പോൾ ബേസിൽ പാറ കൂടി അത് എന്നോട് അംഗീകരിക്കണോ, ഞാൻ അഭിഭാഷകനാണോ, താങ്കളൊരു അഭിഭാഷകനല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചോട്ടെ. ഞാനതിന് അതേ രീതിയിൽ മറുപടി, താങ്കളൊരു രാഷ്ട്രീയക്കാരനാണോ എന്ന് ഞാൻ ചോദിക്കത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാം. അതാ ലേബർ കോഡുമായിട്ട് ബന്ധപ്പെട്ട ലേബർ കോഡ് നോട്ടിഫൈ ചെയ്തത് നവംബർ 21 2025 നവംബർ 21 അതിനു മുമ്പ് നമ്മൾ വാക്കത്തിലേക്ക് ബോക്സ് ചെയ്യേണ്ട കാര്യമില്ല. നോട്ടിഫൈ ചെയ്താൽ മാത്രമേ അതിന് സ്റ്റാറ്റ്യൂട്ടറി ഫോഴ്സ് ഉള്ളൂ, ഒരു പ്രൊബേറ്റീവ് ഫോഴ്സ് ഉള്ളൂ. ആ പ്രൊബേറ്റീവ് ഫോഴ്സ് ഉള്ളതിന് മാത്രം നമ്മൾ ചലഞ്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ പറയുന്ന പാസ്സാക്കി വെച്ച് അകത്ത് കയറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് ഒരു പ്രസക്തിയില്ല. അതാ പറഞ്ഞത്, നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് അതിന് പ്രസക്തി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ബാക്കിയുള്ള സബ്സിക്വൻ്റായിട്ട് കിട്ടിയ സമയത്തെക്കുറിച്ചുള്ള കാര്യത്തിന് വരുന്നത്. ഇപ്പോൾ 2019 അങ്ങനെ പല കാര്യങ്ങളൂടെ നടന്നിട്ടുണ്ട്. ഒരു ആക്ട് നമ്മൾ പാസ്സാക്കി വെച്ച് കോൾഡ് സ്റ്റോറേജ് വെച്ചിരിക്കുന്ന എത്ര കാര്യങ്ങളുണ്ട്. ആ ആക്ട് പാസ്സാക്കിയതുകൊണ്ട് പ്രസിഡന്റ് ഒപ്പിട്ടുണ്ട് പോലും അതാകത്തില്ല. അത് ഒരു ബില്ല് ആക്ട് ആവും, പക്ഷേ അത് നോട്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞ പ്രോസസ്സുണ്ട്. ആ നോട്ടിഫൈ ചെയ്തത് താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം നവംബർ 21 2025 ആ ഡേറ്റാണ് ക്രൂഷ്യൽ ഡേറ്റ്. അത് കഴിഞ്ഞിട്ടുള്ള സമയത്തെക്കുറിച്ചാണ് ഇവിടെ നിങ്ങൾ അത് ചെയ്തില്ലോ ഇത് ചെയ്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിനകത്ത് വേണമെങ്കിൽ അല്ല, അവിടെ എനിക്കൊരു ചെറിയ കാര്യം അതായത് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 2025 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നോട്ടിഫൈ ചെയ്തതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ അതുവരെ വളരെ ശക്തമായ എതിർപ്പ് പുലർത്തുന്നു. ഒരു തരത്തിലും ലേബർ കോഡ് കേരളത്തിൽ നടപ്പാക്കില്ല. അങ്ങനെ നോട്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ റിട്ടയർഡ് ജസ്റ്റിസിനെ കമ്മീഷനാക്കി വെക്കുന്നു. ആ കമ്മീഷൻ റിപ്പോർട്ട് മാർച്ചിൽ വരുന്നു. കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അപ്പോൾ അധികാരമാറ്റം ഉണ്ടാകുമ്പോഴും ഭരണമാറ്റം ഉണ്ടാകുമ്പോഴും സർക്കാരുകൾ തുടർച്ചയാണ്. തുടർന്നു വന്ന സർക്കാരിന് കേരളത്തിലെ UDF സർക്കാരിന് ഇക്കാര്യത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നയം ലേബർ കോഡിന് വിരുദ്ധമാണ്, INTUC അടക്കം. അങ്ങനെ ഒരു സർക്കാരിൻ്റെ നേതാവായി അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതാവ് മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിക്കേണ്ടതും അതിൽ തീരുമാനമെടുക്കേണ്ടതും കഴിയുമെങ്കിൽ അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാന താല്പര്യം സാധ്യമാണ് എന്ന് അരുൺ അത് ഉദാഹരിച്ച് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള ആർജവവും ഉത്തരവാദിത്വവും മുഖ്യമന്ത്രി കാട്ടണമായിരുന്നോ? അദ്ദേഹം മിണ്ടിയിട്ടില്ലല്ലോ അതേക്കുറിച്ച്. ശരത്തേട്ടാ, എൻ്റെ ആദ്യത്തെ സ്ട്രെച്ചിൽ ഞാൻ പറഞ്ഞെന്താണ്, ഒരു സ്റ്റേറ്റ് അമെൻമെൻറ്റ് പോസിബിളാണ്, കൺകറൻറ്റ് ലിസ്റ്റിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് അമെൻമെൻറ്റ് നടത്തി നിങ്ങൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അസെന്റിന് വെക്കുക. പ്രൊവിഷൻ സമ്മതിച്ചു. ആ പ്രൊവിഷൻ ശരിയായി പരിശോധിച്ച് ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ സർക്കാർ എന്തു ചെയ്യണം? പുതിയ സർക്കാർ എന്തു ചെയ്യണം? അതിലേക്ക് ഞാൻ വരുന്നത്. നോക്കൂ, അതിൽ ആക്ട് ചെയ്യാൻ ഉദ്ദേശമില്ല, ആ തിരുത്തൽ വരുത്താൻ ഉദ്ദേശമില്ല എങ്കിൽ
പിന്നെ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നോട്ടിഫൈ ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ റൂൾ ഉണ്ടാക്കാതിരിക്കാൻ വേറെ ഒരു മാർഗവുമില്ല എന്നൊരു കള്ളത്തരം അങ്ങ് പറഞ്ഞാൽ മതി. അതിനെ നമുക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഒരു മാർഗമാണ്. അതാ പറഞ്ഞു ഒരു കമ്മിറ്റി, ഞാൻ പറഞ്ഞത് പോട്ട്, ഹലോ ക്ലിയർ ഞാൻ പറഞ്ഞത് പോട്ട്, സുപ്രീം കോടതി ജഡ്ജിയുടെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് അവിടെ കിടപ്പുണ്ടല്ലോ. ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 പോസിബിൾ തിങ്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ആ പോസിബിൾ തിങ്സിനെ കുറിച്ച് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് കോൺടെംപ്ലേറ്റ് ചെയ്യാത്തത് എന്താ? അപ്പോൾ ആ കോൺടെംപ്ലേഷനിലേക്ക് പോകാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല. അദ്ദേഹത്തിന് പുറത്തു നിന്നുള്ള പ്രഷർ ഉണ്ട് എന്നുള്ള ഒരു വിമർശനം എനിക്കുണ്ട്. ആ വിമർശനത്തിന് അങ്ങനല്ല എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് മറുപടി കൃത്യമായിട്ട് എന്തുകൊണ്ടില്ല, പിന്നെ ഈ പറയുന്ന പോസിബിൾ അമെൻമെന്റ്സിനെ കുറിച്ച് ചിന്തിക്കാത്തത് എന്ത്, അതല്ലാതെ സെൻട്രൽ പറയുന്ന സ്റ്റാറ്റ്യൂട്ടിനനുസരിച്ച് നമ്മൾ റൂൾ ഉണ്ടാക്കാൻ പോകുന്നതിന് കാരണം എന്താന്നുള്ളത് കൃത്യമായ ഒരു മറുപടി പറയുകയാണെങ്കിൽ കേൾക്കാൻ സുഖമുണ്ട്. അല്ലാതെ അതറിയത്തില്ല ഇതറിയത്തില്ല, പ്രതിപക്ഷ കേരളത്തിന്റെ മുഖ്യമന്ത്രി ധീരനാണ്, ഏറ്റവും ജനാധിപത്യ വിശ്വാസിയാണ്, നെഹ്റുവിനാണ്, ഇങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ ഓക്കെ, അതൊക്കെ മനസ്സിലാവും എന്താണ് പറഞ്ഞ് നമ്മൾ 9 മണിയാകാനായിട്ട് വരെ ഉള്ള പറച്ചില്ല, അത് മനസ്സിലാവും.